അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചോറാണ് എടുത്തിട്ടുള്ളത്. തലേദിവസം ബാക്കി വന്ന ചോറാണ്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചോറോ തലേദിവസം ബാക്കി വന്ന ചോറോ ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ജയാരിയുടെ ചോറോ പച്ചരിയുടെ ചോറോ ബസ്മതി റൈസിന്റെ ചോറോ അപ്പോൾ ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ബാക്കി വന്നിട്ടുള്ള ചോറോ ഫ്രഷ് ആയിട്ടുള്ള ചോറോ ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മട്ടരിയുടെ ചോറ് തലേദിവസം ബാക്കി വന്നിട്ട് എടുത്തിട്ടുള്ളതാണ്. അതിന്റെ തണുപ്പൊക്കെ മാറിയിട്ട് ഇത് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അധികം വെന്ത് കുഴഞ്ഞു പോയ ചോറായാലും കുഴപ്പമില്ല, കുറച്ചധികം വേവാത്ത ചോറായാലും കുഴപ്പമില്ല. ഏത് ചോറായാലും എടുത്താൽ മതിയാവും. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചോറിട്ട് കൊടുക്കാം. അപ്പൊ 2 കപ്പ് മുഴുവനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല, നമ്മൾ ചെറിയ ജാറിലല്ലേ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് 1 കപ്പ് ചോറിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും 2ാമത്തെ കപ്പ് ചോറിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഇത് ബ്രൗൺ റൈസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ വേറെ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. മട്ടരിയുടെ ചോറായതുകൊണ്ട് കുറച്ച് അരച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നല്ല കട്ടിക്ക് വേണം, ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാൻ. ഇപ്പോൾ ചോറ് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത ചോറ് ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന ചോറും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. 2 ബാച്ചും ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുക. ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അരഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. നല്ല വെന്ത് കുഴഞ്ഞു പോയ ചോറൊക്കെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വെള്ളം ചേർത്ത് അരച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുള്ളത്. ആ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. റവ ചേർത്ത് കൊടുത്തതുകൊണ്ട് ചോറിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. മാത്രമല്ല ഈ സ്നാക്സിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പം അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി. തീരെ കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മീഡിയം സൈസ് പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാം പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. കറിവേപ്പില ഉണ്ടെങ്കിൽ 2 തണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സ്നാക്സിന് ആരും അങ്ങനെ ക്യാരറ്റ് ഒന്നും ചേർത്ത് കൊടുക്കില്ല. പക്ഷെ 1 ടേബിൾ സ്പൂണെങ്കിലും ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും, നല്ല ക്രിസ്പിനെസ്സും ആയിരിക്കും. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് ഒഴിവാക്കാം. അപ്പോൾ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചതച്ചിട്ട് കൊടുക്കുക, പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ റവ ചേർത്ത് കൊടുത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആദ്യം ഉപ്പ് കുറച്ച് മതി എന്നുള്ളവർക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മളിതിൽ റവ ചേർത്തുകൊണ്ട് റവയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി മാറ്റി വെക്കാം.
ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ വെള്ള ഭാഗം മാത്രം എടുക്കുക, ആ ബ്രൗൺ ഭാഗം എടുക്കരുതേ. ഇപ്പോൾ 1.5 കപ്പ് ചിരകിയ തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 4 ചെറിയ ഉള്ളി, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത്, തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാതെ തരിതരിപ്പായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഇനി അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. 3 ചെറിയ ഉള്ളി കനം കുറഞ്ഞരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി ചെറിയൊരു ഗോൾഡൻ നിറം ആവുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഉള്ളിയുടെ നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. 2 വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അടിപൊളി ടേസ്റ്റിലുള്ള വെള്ള ചമ്മന്തി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ ചമ്മന്തി തയ്യാറാക്കാൻ എടുത്ത സമയം മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഒരു 15 മിനിറ്റ് മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി എടുത്ത അത്രയും സമയം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. റവയെല്ലാം കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കയ്യിൽ വെള്ളം നനച്ചിട്ട് വേണം കുറച്ചായിട്ട് മാവ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പൊ കയ്യിൽ വെള്ളം നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. ഈ കൈ കൊണ്ട് തന്നെ ഹോൾ ഇട്ട് കൊടുക്കുക. ഓരോ പ്രാവശ്യവും നമ്മൾ ഈ മിക്സ് എടുക്കുന്ന സമയത്തും കയ്യിൽ വെള്ളം നനച്ചിട്ട് വേണം ഈ മിക്സ് എടുത്ത് ഇതുപോലെ ചെറിയ ബോളാക്കി ഉരുട്ടി ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് നാടൻ ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ എണ്ണ അതാ ചൂടായിട്ടുണ്ട്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കടായിയുടെ വലിപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശവും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. 2 വശവും നല്ലോണം മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉഴുന്ന വട ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് ആണ്. ബാക്കി ഇരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉഴുന്ന വടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. ഇനി ബാക്കി വന്ന ചോറ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നിങ്ങൾ വട തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അകത്തൊക്കെ നല്ല ചൂടാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് കഴിക്കാനായിട്ട്. അപ്പൊ നമ്മൾ തയ്യാറാക്കിയ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പൊ ബാക്കി വന്ന ചോറ് ഇനി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ 4 മണിക്ക് ചായ പലഹാരമായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്